ഹലോ, നേരത്തെ വിളിച്ചായിരുന്നോ? നേരത്തെ വിളിച്ചായിരുന്നു. എവിടായിരുന്നു? ഇന്നിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടേക്ക് ഇച്ചിരി വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ആണോ? ഉം. അല്ല, നീ അവിടെ ചെന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവള് വന്നിട്ട് ഇന്നലെയൊക്കെ എന്തൊരു മഴയല്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉം, ഒന്നാമത് ഒരാഴ്ചയും കൂടെ ആയില്ലേ വന്നിട്ട് നോക്കിയപ്പോ കരിയിലെല്ലാം കൂടെ കേറി ആ, ചവറ് പിടിച്ചിടും. പിന്നെ വന്നപ്പോഴേ ഞാനങ്ങ് തൂത്തിട്ട് ഇച്ചിരി ആകാശം തെളിഞ്ഞിടന്നതുകൊണ്ട് ആ, ആ. തൂത്തൊക്കെ ഇട്ട്. ഉം. പിന്നെ വിളിക്കയില്ല. എനിക്കൊരു പേടി. ഏഹ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്കൊരു പേടി. എന്തിന് ഇന്നത്തെ ഉം. കാര്യങ്ങൾ? അപ്പോഴ് ചേച്ചിയാണ് എണീറ്റ് വന്നായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. ഇന്ന് എഴുന്നേറ്റ് വരില്ല ചേച്ചി. അവള് മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് അവള് എണീക്കത്തില്ല. അവള് ക്ഷീണം കാണും, അതുകൊണ്ട് എണീക്കത്തില്ല. അങ്ങനെയൊക്കെ ഉം. നമുക്ക് തോന്നും, പക്ഷെ എനിക്കതൊരു പേടിയാ മനസ്സിന്. എന്നിട്ട് ഇന്നലെ ആ പേടിയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. വേണ്ടാന്ന് പറഞ്ഞു. ഉം. പിന്നെ ഞങ്ങള് സമ്മതിച്ചു പോയി. ഇപ്പൊ എന്റെ പേടിന് മക്കളൊക്കെ അറിയോ, അവിടെ ചേച്ചി അറിയോ എന്നൊരു നല്ല പേടി എന്റെ മനസ്സിലുണ്ട്. പ്രശ്നമാണോ? ഹലോ. നമ്മളത് എന്നും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ. എന്ന് ഡയറക്റ്റ് അതിന്റെ അടുത്ത് മുന്നേ സൂചിപ്പിച്ചല്ലേ. അപ്പം നിനക്കും ഓക്കെ ആണ് എല്ലാം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇന്ന് നീ രാവിലെ അങ്ങ് പോവുകയും ചെയ്യുമായിരുന്നു. പിന്നെ എന്തായാലും നീ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ. പക്ഷെ ഇന്നലെ രാത്രി എല്ലാം കൊണ്ടും ഒരു ഇതായിരുന്നു, ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. എനിക്കൊരു കുറ്റബോധം അതേ ഉള്ളൂ, അല്ലാതെ നിനക്കെന്ത് കുറ്റബോധം? നിങ്ങളുടെ അടുത്ത് എനിക്ക് നിങ്ങളോട് വിഷയമൊന്നുമില്ല. എനിക്ക് നിന്നെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. അതിന്റെ പെട്ടെന്ന് അങ്ങ് പുള്ളി തീർന്നാണൊക്കെ തോന്നി. സത്യം പറഞ്ഞാൽ എന്നെക്കാളും അടിപൊളിയല്ലേ നിങ്ങളുടെ സംശയം. ആണ് എന്നും പറഞ്ഞോണ്ട്. പക്ഷെ ഓരോ പെണ്ണിനും ഓരോ ടേസ്റ്റാ. ഇപ്പൊ എല്ലാരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ കണക്കല്ലയോ, അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സാധനം അല്ലയോ എന്ന്. പക്ഷെ ഓരോ പെണ്ണിനും ഓരോ ടേസ്റ്റാ. അപ്പൊ എന്നെ വെച്ചോണ്ട് ഇനി വേറെ എന്റെ ആരും ഭാര്യക്ക് സൗന്ദര്യം ഉണ്ടെന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തിരി വെളുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ അതിനൊന്നും കാര്യമില്ല. പക്ഷെ ഓരോ പെണ്ണിനും അവരുടേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്റെ അതല്ല ഭാര്യയുടെ ടേസ്റ്റ് അല്ല നിനക്ക്. ആ അതല്ല മണവും ആ ഒരു ഇതെല്ലാം വേറെ വേറെ തന്നെ. നിനക്കത് ഫീൽ ചെയ്തില്ല? അതൊക്കെയാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്നെ വെച്ചോണ്ട് വേറെ ആളുടെ അടുത്ത് പോകുന്നു. ഇന്നെ വെച്ചോണ്ടോ? ഇന്നെ വെച്ചോണ്ട് ഞാൻ എന്തിനാ പോകുന്നത്? ഇപ്പൊ നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കളിക്കുന്ന ആ സുഖമാണ് എന്റെ കൂടെ കളിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ കളിക്കുന്ന സുഖമാണ് വേറൊരാളുടെ കൂടെ കളിക്കുന്നത്. എല്ലാം ഡിഫറൻസ് ആണ്. എന്ത് ലൈഫിൽ ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു ഇത്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് രാവിലെ ഇറങ്ങുന്നത്. ഉം. അത് സാരമൊന്നുമില്ല. നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ, വേറെ ആരും അറിയത്തില്ല. എനിക്ക് നിന്നെ വന്നേ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടതാണ്. അതൊന്നും പറയാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ഇന്നാണ് നമുക്ക് കളിക്കാൻ ഒരു സാഹചര്യം കിട്ടിയത്. ഞാൻ വിചാരിച്ച നീ ഇന്നലെ വരുന്നതിന് മുന്നേ, അതായത് കളിക്കുന്നതിന് മുന്നേ ഒക്കെ നീ സമ്മതിച്ചിട്ടും ഞാൻ കേറി വരുമ്പോഴത്തേക്ക് നീ സമ്മതിക്കത്തില്ല എന്നൊരു ഇതുണ്ടായിരുന്നു. ഞാനായിരുന്നു എനിക്ക് പണിയുമായിരുന്നു. നീ സത്യം പറഞ്ഞതിനൊക്കെ ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ ചോദിച്ചു. ചോദിച്ച ഇപ്പൊ ആണുങ്ങൾക്കുള്ള അതേ ഫീലിങ്ങും കാര്യങ്ങളും പെണ്ണുങ്ങൾക്കുണ്ടെന്ന് നമുക്കറിയാം. നിനക്ക് അറിയാവുന്ന ഫീലിംഗ് നിന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് നീ എന്റത് പറഞ്ഞിട്ടുള്ള കാര്യം.
വല്ലപ്പോഴാണ് കിട്ടി അല്ലെങ്കിൽ അന്നേരത്ത് തോന്നുമ്പോൾ ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ആ രീതി എന്ത് പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെയാണ്. പക്ഷെ എന്ത് പക്ഷേ ഇത് വേറെ ആരും അറിയുന്നു, അല്ലെങ്കിൽ ഇത് വേറെ ആരും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞ കാര്യമില്ലേ. ഇതാ നമ്മള് രണ്ടുപേരും അറിയുന്ന കാര്യമില്ലേ. നീ വേറൊരാളത്ത് പറയൂല, ഞാൻ വേറൊരാളത്ത് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആരുമായിട്ട് അറിയത്തില്ല. എനിക്ക് ഈ നിന്നെ വേണം. ഇന്നലെ ഒരു ദിവസം കൊണ്ട് മടുത്തു പോകുന്നതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്നിലെ ഓരോ സാധനവും ഓരോന്നും എനിക്ക് ആസ്വദിച്ച് ചെയ്യണം. ഇന്നലെ പിന്നെ വെപ്രാളത്തിലങ്ങ് ആയിപ്പോയത്. എന്നപ്പോ ഇങ്ങോട്ട് വരുന്നേ? ഇനിയിപ്പോ ഒരാഴ്ച ഒന്നും നോക്കണ്ട, നീ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വാ. അവളും തിരക്ക്, നീ എപ്പോ വരുവോ, വല്ല ജോലികളൊക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രമല്ല അവള് അങ്ങ് മോളുടെ അവിടെ അങ്ങ് പോവാണ് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അവള് പറയുകയും ചെയ്തു, നീ ഇപ്പം പെട്ടെന്നങ്ങ് പോയത് കൊണ്ട് ഇതിപ്പം എന്തോ ചെയ്യുമെന്നും പറയുകയും ചെയ്തു. ഇനിയിപ്പോ ഇവിടെ ഞാൻ വരാണെങ്കിൽ പോകുന്നില്ല, എനിക്കിവിടെ ഓഫീസ് വിട്ടിട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ 2 ദിവസം കഴിയുമ്പോ അങ്ങ് പോവാ. പിന്നെ ആരുമില്ല, നമ്മളുടെ മാത്രമായിട്ട് ലോകം. നാളെ തന്നെ വരും. ഇവിടെ വേറെ നാളെ വരാം. അപ്പൊ നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോ അവള് പോകും. പിന്നെ ആരോട്ടും അറിയത്തുമില്ല. പിന്നെ അവള് വരുന്നത് വരെ നീ എന്റെ കൂടെ നമുക്ക് ഒരേ ഇതുപോലെ കഴിയാം. ഈ ഒളിച്ചും മറ്റും രാത്രിക്ക് വന്ന് ഇരുട്ടത്ത് വന്ന് കളിക്കും വേണ്ട. എനിക്കിന്ന് വെളിച്ചത്തിൽ ഒന്ന് കാണണം മൊത്തത്തിൽ. അതെ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിൽ നിങ്ങളോട് താല്പര്യമൊക്കെ ഉണ്ട്. താല്പര്യമുണ്ട്, എനിക്ക് മനസ്സിലായി. എന്റെ ശരീരം പ്രത്യേകതയാണ്. സത്യം പറഞ്ഞ അത് വിട്ടിട്ട് വരാൻ തോന്നത്തില്ല. ഞാന് 36-ാമത്തെ വയസ്സില് വീട്ടുജോലിക്ക് ഇറങ്ങിയത് സത്യം പറഞ്ഞ ഇതൊന്നും വിചാരിച്ചിട്ടല്ല. നിനക്ക് നിന്റെ ഒരു വീട്ടുജോലിയുടെ കാര്യമായിട്ടാണ് ഇപ്പോഴുള്ളവർ നോക്കുന്നത്, അല്ലല്ലോ? അല്ലെങ്കിൽ ഒരു വേലക്കാരി എന്ന നിലയിലാണ് നിന്നെ നോക്കുന്നത്. നിനക്ക് ഫുൾ ഫ്രീഡം ഉള്ളു. ഇതിനെന്ത് ഇതിന് നിനക്ക് ഒരു കുറവും അല്ലെങ്കിൽ വേറുള്ള അറിയും എന്നൊരു വിചാരം വേണ്ട. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ അവളങ്ങ് പോകും. പിന്നെന്തിനാണ് പ്ലാനിങ്? അത് അന്നും പരിഭവം കൊണ്ടിരിക്കും. എന്തായാലും നമ്മുടെ കളി കഴിയും. നേരെ ചുവ കളിക്കാനും പറ്റില്ല. ഇനിയിട്ടുള്ളതെങ്കിലും ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. നിന്റെ ചുണ്ടും നിന്റെ കണ്ണും നിന്നിലേക്കൊക്കെ ആകർഷിക്കും. പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം പറയണ്ടല്ലോ. എങ്കില് എനിക്ക് ബാക്കിയും കൂടെ പണിയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വിളിക്കായിരുന്നു. ഇല്ലേ, ഇവിടെ കഴിഞ്ഞിപ്പോ എനിക്കിനിയിപ്പോ കുറച്ച് പരിപാടിയുണ്ട്. പുറത്ത് പോകണം. കുറച്ച് പരിപാടി കഴിഞ്ഞുണ്ട്. പിന്നെ വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ ചേച്ചി അങ്ങ് പോവാണോ നാളെ? നാളെയല്ല, മറ്റന്നാളെ കണ്ട 2 ദിവസം കഴിഞ്ഞ് പോകുന്നു പറയുന്നത്. പിന്നെ അവള് ഇപ്പോഴേ വരത്തില്ല, കുറച്ചുകൾ കഴിഞ്ഞ് വരാം. അതുകൊണ്ട് നിന്നെ വിളിക്കണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ മോള് 7-ാം മാസം ആകുമ്പോ മോളെ ഇങ്ങ് കൊണ്ടുവരത്തില്ലേ? അതപ്പോഴല്ലേ. എനിക്കത് മുമ്പ് നിന്നെ നന്നായിട്ടും ചെയ്യും. ഇനി നമ്മുടെ മാത്രം ലോകമല്ലേ. ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്ന ആവശ്യമില്ലല്ലോ. ഇതിപ്പം നിനക്കിപ്പോ എന്നെ കല്യാണം കഴിക്കണമെന്നല്ല, എനിക്ക് നിന്നെ കല്യാണം അങ്ങനത്തെ ഉള്ളു. നമുക്കൊരു ശരീര ബന്ധമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നി അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. പിന്നെ മറ്റാർക്കും ഒരു ദ്രോഹമില്ല. പിന്നെന്ത്, നിന്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, എന്റെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. നീയില്ല കുറ്റബോധമൊന്നും വെക്കൊന്നും വേണ്ട. ഇപ്പൊ നമ്മള് അങ്ങനെ ചെയ്തെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ കുറ്റബോധം? ഇപ്പം നീന്റെ വിചാരം നീ മാത്രമേ ലോകത്ത് വേറൊരു ആണിന് കൊടുക്കത്തുള്ളൂ. ഇവിടെ എത്ര എണ്ണം പിള്ളേരെ കളഞ്ഞിട്ട് വേറുള്ളമാരുടെ കൂടെ പോകും. അത്രയൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് നിന്നെ ഇഷ്ടമായി, ഇനിയും എനിക്ക് നിന്നെ കളിക്കണം. ഇല്ല, ഞാൻ വിളിക്കാം. അതുകൊണ്ട് അവളും കൊണ്ട് കയറി വരുന്നു.
ഞാൻ വിളിക്കാം. ആ ശരി ശരി. എന്നാ.